ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട 2-3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വെറും 2 സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. സോ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നവോച്ചസിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അവർ ആദ്യത്തെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത സീസണിലേക്കുള്ള നമുക്കറിയാം ലോൺ താരമായിരുന്നു നവോച്ചസിംഗ്. എന്തായാലും അതിൻ്റെ പെർമനൻറ്റ് ഡീൽ 1 വർഷത്തേക്ക് സൈൻ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നല്ലൊരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് അദ്ദേഹം. ലെഫ്റ്റ് ബാക്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഐബാൻ ഡോങ്ങിലും നമുക്കറിയാം കുറച്ച് ഡിഫൻസീവിൽ നിൽക്കുന്ന താരമാണ്. ഇപ്പോൾ കോച്ചിന് ലെഫ്റ്റ് ബാക്ക് കുറച്ച് അറ്റാക്ക് ചെയ്തൊരു കളിക്കുന്ന പ്ലെയറിനെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നവോച്ചസിംഗിനെ ഇറക്കാവുന്നതാണ്. സോ ഐബാൻ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. എന്തായാലും സെക്കൻഡ് ഓപ്ഷൻ ഉറപ്പായിട്ടും നവോച്ചസിംഗ് തന്നെയായിരിക്കും. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാക്കൻ ചോത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം മാക്കൻ ചോത്തയിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. എന്തായാലും നമുക്കറിയാം അദ്ദേഹം ഹൈദരാബാദ് FC താരമാണ്. ഏതാണ്ട് 19 മത്സരം അദ്ദേഹം ഹൈദരാബാദ് FCക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. സൂപ്പർ കപ്പ് അതുപോലെ തന്നെ ISL കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. സോ ഒരു നല്ല താരം തന്നെയാണ്. നമുക്കറിയാം പിന്നെ ഹൈദരാബാദ് FCയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. അവർ ഫുൾ ഇന്ത്യൻ ടീമിനെ വെച്ചാണ് കളിച്ചത്. സോ അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു താരമാണ്. എന്തായാലും നോർത്ത് ഈസ്റ്റിലേക്ക് വന്നാൽ അത് അദ്ദേഹത്തിന് നല്ലതാണ്. കാരണം നോർത്ത് ഈസ്റ്റിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും യുവതാരങ്ങൾക്ക്. സോ എന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെന്നൈയിൻ FCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം കോമറോൺ തർസനോവിനെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ദിവസം തന്നെ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി നമ്മുടെ മാർക്കസ് മർഗലോവ് പറഞ്ഞിരുന്നു കോമറോൺ തർസനോവിനെയൊന്നും ചെന്നൈയിൻ FC സൈൻ ചെയ്യാൻ പോകുന്നില്ലെന്ന്. എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് ലെബനൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ബാസൽ ജാർഡിയെ ചെന്നൈയിൻ FC സൈൻ ചെയ്യാൻ സാധ്യതകളുണ്ടെന്നാണ്. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ്. കാരണം ഇന്ത്യയും ലെബനും തമ്മിലുള്ള മാച്ചിലൊക്കെ ഇറങ്ങിയ താരമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം അതിനകത്തത്ര മികച്ച പെർഫോമൻസ് അല്ല ഇന്ത്യ വേഴ്സസ് ലെബനൻ മാച്ച് കാഴ്ചവെച്ചത്. സോ അദ്ദേഹത്തിൻ്റെ കാര്യം ബട്ട് ലെബൻ്റെ മറ്റൊരു താരമുണ്ടായിരുന്നു ഹസൻ മക്കൂത്ത് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തേക്ക് എടുത്തിരിക്കുന്നത് നല്ലതായിരുന്നു. അദ്ദേഹം നല്ലൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറായിരുന്നു. ചെന്നൈയിൻ FCക്ക് നോക്കാൻ പറ്റിയൊരു പ്ലെയറുമായിരുന്നു. സോ അദ്ദേഹമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ബാസൽ ജാർഡിയുടെ ഒരു പെർഫോമൻസ് എനിക്ക് അത്ര ടോപ്പ് ലെവലിലായിട്ടൊന്നും തോന്നിയില്ല. സോ ഒരു ISL ക്വാളിറ്റിയുള്ള പ്ലെയറായിട്ട് എനിക്ക് തോന്നിയില്ല. അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കോക്ക് യുണൈറ്റഡിന് വേണ്ടിയാണ്. അതായത് തായ് ലീഗിലൊരു ടീമാണ്. ആ ഒരു ടീമിന് വേണ്ടി 5 ഗോളും അതുപോലെ തന്നെ 3 അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്തായാലും സ്റ്റാർട്ടിൽ മികച്ചതാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ കളി കണ്ടപ്പോൾ എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. ബട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്തായാലും ഇതൊരു റൂമർ മാത്രമാണ്. ചെന്നൈയിൻ FCയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിപിൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ബിപിൻ സിംഗിനെ സ്വന്തമാക്കാൻ ഒഡീഷ FC രംഗത്തുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം സെർജിയോ ലൊബേറയുടെയൊക്കെ കീഴിൽ കളിച്ചിട്ടുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ സെർജിയോ ലൊബേറയ്ക്ക് അദ്ദേഹം ടീമിലേക്ക് വരണമെന്ന് വലിയ താല്പര്യം തന്നെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ സെർജിയോ ലൊബേറ അതുപോലെ തന്നെ ബിപിൻ സിംഗിൻ്റെ ആ ഒരു കോൺടാക്റ്റ് ശരിയാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിപിൻ സിംഗ് ഒഡീഷ FCയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കറിയാം ഒഡീഷ FC ഇപ്പോൾ നല്ലവണ്ണം പണം ചെലവഴിക്കുന്ന ഒരു ക്ലബ്ബാണ്. സോ സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്.